ഏതായാലും ഇന്ന് നമ്മുടെ ഈങ്ങാപ്പുഴ വഴി വന്നപ്പോഴാണ് നമ്മൾ നോളജ് സിറ്റിയിലേക്ക് ഒരു യാത്ര ചെയ്തിരിക്കുകയാണ്. വളരെ ഭയങ്കര സംഭവം അല്ലേ? നല്ലൊരു വിശാലമായ ഒരു വയനാടിൻ്റെ മടിത്തട്ടിൽ അല്ലേ? വയനാടിൻ്റെ മടിത്തട്ടിൽ പരിസ്ഥിതി സമുച്ചയങ്ങളിൽ അതെ 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 എങ്ങനെ നമുക്ക് ഒരു മോഡേൺ കൺസെപ്റ്റുകളും നമ്മുടെ നേച്ചറോടും മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. പിന്നെ ഒരു സ്പിരിച്വൽ ലൈഫ് നമ്മൾ വെറും ഒരു എന്താ പറയുക, വെറും ഒരു ആരാധനയിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, അതിൽ ബിസിനസ് മേഖലയിൽ എല്ലാത്തേക്കും അത് വ്യാപിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശം കൂടി ഈ നോളജ് സിറ്റി നൽകുന്നുണ്ട് അല്ലേ? കാരണം എങ്ങനെ ഉണ്ടോ? അടിപൊളി ഇല്ലേ? കുതിര റൈഡ് കിട്ടോ? ഈ ഒരു പള്ളീൻ്റെ മെയിൻ ഹാളിലല്ലേ, ഭയങ്കര സംഭവമാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ അല്ലേ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ആർക്കിടെക്ട് അല്ലേ? നല്ല അറേബ്യൻ വാസ്തുശില്പവും നമ്മളുടെ നാട്ടിലെ വാസ്തുശില്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു അല്ലേ നല്ലൊരു എഞ്ചിനീയറിംഗ് വർക്ക് കൺസ്ട്രക്ഷൻ നല്ല രസമുണ്ട്. പിന്നെ നല്ല തിരക്ക് വരുമ്പോൾ ഇപ്പോൾ ഔട്ട്ഡോറും എല്ലാം അല്ലേ, ഡൽഹി ജുമ്മ മസ്ജിദിൻ്റെയും ഒക്കെ എല്ലാം ഉണ്ട്. നല്ലൊരു വർക്കാണ്. ഓക്കെ ശരിക്കും ഇവിടെ വന്നൊന്ന് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അല്ലേ? ഓക്കെ ഇതൊരോ ഡോറുകളാണ് ഈ പള്ളിക്ക് അല്ലേ? ഓരോരോ ഡോറുകളാണ് തോന്നുന്നു പല ഭാഗത്തും. അതെ 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 എന്തായാലും നല്ലൊരു വാസ്തുശില്പം. ഓരോ സ്ഥലത്ത് പോയി നോക്കുമ്പോഴും ഈ മൂടൽ മഞ്ഞും ഇതൊക്കെ പ്രത്യേകിച്ച് കാണാനും പറ്റുന്നുണ്ട് അല്ലേ? ഏതായാലും ഇവിടുത്തെ ഏറ്റവും അല്ല പോണം ഞാൻ ഫൈസൽ നിന്റെ ഫ്രണ്ടാ. ഹോസ്പിറ്റലിൽ പോകണ്ട പിന്നെ എന്താണ്? ഞാനിവിടെ ഹോസ്പിറ്റലിലല്ലേ. ഏത് ഹോസ്പിറ്റല്? ഇവിടുത്തെ ഹോസ്പിറ്റലില്. ഇനി കൂടുതൽ അങ്ങോട്ട് വാ, അവിടെ ഒന്ന് പോണോ? വാ അടക്കല്ലോ, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് വരാം. ഫൈസലേ ഉണ്ടല്ലേ? ഓക്കെ ഞാനിവിടെ ഉണ്ട്. സാജിദ് ഇങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇല്ലയെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. സാജിദ് അത് എൻ്റെ ഫ്രണ്ടാണ്, അങ്ങോട്ട് വാ. ഓന് ഭയങ്കര ഉടായിപ്പ് പരിപാടി എടുത്തോണ്ടിരിക്കുക അവിടെ നിന്ന്. വാ സാജിദേ. എന്തിനാ ഇപ്പം കുതിരപ്പുറത്ത് കയറുന്നത്? നമ്മൾ തന്നെ കുതിരല്ലേ? കുതിരനേക്കാളും സ്പീഡിൽ നമ്മൾ നടക്കൂല പിന്നെന്താ? സാജിദ് സെക്യൂരിറ്റി ആയിട്ട് വല്ലാതെ ഉടക്കി ഉണ്ടാക്കി സാജിദ് വരികയാണ്. അല്ല ഒരിക്കലും ഇല്ല. പിന്നെ ഒരു റീല് ഞാൻ അന്ന് പാഞ്ഞു വരുന്ന ഒരു റീല് തുടങ്ങി. റീൽ ഇപ്പം തുടങ്ങല്ല. ഒരു 3 മലകളല്ലേ? ഗംഭീരാണ്. ഹൗ ആർ യു? ഫൈൻ. شكرا. السلام عليكم ورحمة الله وبركاته. مساء السبت اليوم في مستشفى مهراس. مستشفى مهراس تلاقيت مع دكتور ايش؟ نعم كيف؟ خليل دكتور خليل. My name is عبد الرحمن باقيس from Mecca. الحمد لله. Good night. السلام عليكم. English from Saudi Arabia. Yes. Okay. Very good. Thank you. You are not wearing this Saudi dress? In my room. Okay. I am in Tigray. Okay. Very good. Yes. Nice to meet you. Thank you. എന്താണ് ഇവിടുത്തെ ഫിസിയോതെറാപ്പി? ഗംഭീരം അല്ലേ? ഓക്കെ അതിനൂതന സംവിധാനങ്ങളല്ലേ? റോബോട്ടിക് ഗ്ലൗ അല്ലേ? ഇത് റോബോട്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ കൈയിൻ്റെ മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റോളം കൈയിൻ്റെ എക്സസൈസ് ഫ്രീ ആയിട്ട് ചെയ്തോളൂ അല്ലേ? ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ മെഷീൻ തന്നെ അത് ചെയ്തോളൂ. മൂവ്മെന്റ്സ് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ എങ്ങനെ കുടിക്കിട്ടില്ലേ? ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഇത് കൊടുക്കേണ്ടി വരില്ലേ അവിടെ? കുഴപ്പമില്ല. ഓക്കെ അത് ഗംഭീരം. ഓക്കെ ഇത് വളരെ ഷോർട്ട് മെഷീനിലെ വീട്ടിൽ പോയിട്ടും ചെയ്യുന്നത്. ഈ മൂവ്മെന്റ് കണ്ടില്ലേ? നമ്മൾ വെള്ളമൊക്കെ അങ്ങനെ അതിന്റെ 2 മൂവ്മെന്റ് ഉണ്ടാവും, ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. നമ്മൾ ചെയ്യാതെ തന്നെ ചെയ്യും. സ്ട്രോക്ക് വന്നാൽ മെയിനായിട്ട് ഒരു സംഭവമാണ് ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ പാരലൈസ് ആയവർക്കൊക്കെ ഉപകാരപ്പെടും. നന്നായിരിക്കുന്നു. ഹോസ്പിറ്റൽ മേറാസ് ഹോസ്പിറ്റൽ നന്നായിട്ട് നടക്കുന്നുണ്ട്.
വെരി ഗുഡ്. കേട്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ യങ്ങാണ്. നിങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ യങ്ങല്ല എന്നോട് പറഞ്ഞത്. പക്ഷെ ഇപ്പം നല്ല യങ് ആയിട്ടല്ല. കുട്ടികൾ നോക്കിയാൽ പിന്നെ എപ്പോഴും അങ്ങനെ ആവുന്നതാണ്. പീഡിയാട്രിഷ്യന്മാർക്ക് ഏതായാലും ഹാപ്പി ഡോക്ടേഴ്സ് ഡേ കൂടി. ഏതായാലും ഞാൻ ഇന്ന് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിലെ മെഹ്റാസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ്. ഇതാ കണ്ട അടിപൊളി സംഭവം. ഏതാണ്ട് ഇവരൊരു കുടയൊക്കെ തന്നത് ഇവിടെ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു കുടയാണ് ഇത്. ഈ ഹോസ്പിറ്റലിൻ്റെ അതിലുള്ള കുട. അതെ, ഇതും കൊണ്ട് എവിടെയും പോകാം, എന്നിട്ട് എവിടെയും വെക്കാം. ഞാൻ പറയണോ അതിനെ പറ്റി അറിയണോ എന്താണെന്നുള്ളത്? ഇതെന്താണ് സംവിധാനം? ഇതിന് സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മൾ കരുതാൻ പങ്കുവെക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ കരുതാൻ പങ്കുവെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പല യൂണിറ്റുകളുണ്ട് ഇവിടെ. അതായത് മർക്കസ് നോളജ് സിറ്റിന്റെ പള്ളി, അതേ രൂപത്തിൽ ലോ കോളേജ്, പിന്നെ 2 ഗേറ്റ്, പിന്നെ ഒരുപാട് പേര് രോഗികളൊക്കെ ഇവിടെ പെട്ടെന്ന് വന്ന് ഈ കൊടയായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് എല്ലായിടത്തും ഓരോ ബാസ്ക്കറ്റും കൊടയും വെച്ചു. അപ്പൊ എന്താ ചെയ്യാ, സാറ് ഇവിടുന്ന് എടുത്ത് കൊട കൊണ്ടുപോയിട്ട് വണ്ടിയുടെ പാർക്കിങ്ങിന്റെ ഏരിയയിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഗേറ്റിൽ കൊടുത്താൽ മതി. ഓ, വെരി ഗുഡ്. സെക്യൂരിറ്റി ഗേറ്റ്. ഇതാണ് നമ്മുടെ പദ്ധതി. അന്നപ്പോ ആരും ബുദ്ധിമുട്ടാവരുത്. ഒരു മഴ കൊണ്ട് നനഞ്ഞ് ഒരു പദ്ധതി. നിന്നെ ഞാൻ അങ്ങോട്ട് ആക്കി തരുന്നത് കൊണ്ടുപോകട്ടെ. ഇതെവിടെ ഇന്നിപ്പോ ഉണ്ടാവില്ല അല്ലേ? ഇവിടെ അറബിക്കഞ്ഞിയാണ്. അറബിക്കഞ്ഞി കൊടുക്കുന്ന അതായത് ഒരു അറബിക് സ്റ്റൈലുള്ള കഞ്ഞിയാണ്. കുറെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കഞ്ഞി. എന്താണ് അതിന്റെ പേര്? ഷുർബ. അയ്യോ, അത് കിട്ടിയെന്ന് നമുക്ക് അതിനെ കുറിച്ചും വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. ഈ ഷുർബന്റെ പറ്റി 40 ഔഷധങ്ങൾ ഇട്ടുണ്ടാക്കുന്ന കഞ്ഞികളാണ് നാടൻ സ്റ്റൈലുള്ളത്. നിലത്ത് ഇരുന്നു കൊണ്ടാണ് കുടിക്കല്ലേ. എവിടെ ഇപ്പൊ ഉണ്ടോ? അവിടെ ഇപ്പൊ ഇല്ല. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഉണ്ടാവും. വെള്ളിയാഴ്ച നല്ലൊരു എന്താ പറയാ, ഇറച്ചിച്ചോറ് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കിട്ടിയിരുന്നു. അതും വെള്ളിയാഴ്ച എല്ലാവർക്കും ഫ്രീ ആണ്. എത്ര ആൾക്കാർ ഈ സമയത്തിനുള്ളിൽ വരുന്നോ അവർക്കൊക്കെ ആ കഞ്ഞി വിതരണം ചെയ്യാനുള്ള സൗകര്യവും നമ്മുടെ പേഷ്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവിടെ കിടക്കുന്ന പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ ഒരു ഉപകാരമുള്ള ഒരു സംഭവമാണ് ഇത്. പിന്നെ ഹെൽത്തിയാണ്. ടൂറൊക്കെ വരുന്നവർക്ക് വന്ന ആ സമയത്ത് മർക്കസ് നോളജ് സിറ്റി കാണാം. അതേ രൂപത്തിൽ അവർക്ക് അതൊന്ന് ആസ്വദിച്ച് പോവുകയും ചെയ്യാം. ഇപ്പൊ ഡൈറ്റിങ്ങിലാണല്ലേ? എന്ത് പറയുന്നു? സുഖം. ഏതായാലും നമ്മുടെ മെഹ്റാസ് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കുട കൈമാറ്റം ചെയ്യുകയാണ്. ഓക്കെ, സാജിദ് അപ്പയ്ക്ക് ഒരു ലൊട്ട കുട കൊണ്ട് വന്നിട്ടുണ്ട്. എന്റെ പൊട്ടക്കുട അല്ലടാ, ഇതൊക്കെ ഗംഭീര കുട അല്ലേ? മെഹ്റാസിന്റെ കുട അല്ലേ? കളർഫുൾ. ഇതിന്റെ കൊടാടാ, ഡ്യൂപ്ലിക്കേറ്റ് കുട. നോളജ് സിറ്റിയിലെ ഈ ഒരു സായാഹ്നം ഒരുപാട് പുതിയ എക്സ്പീരിയൻസുകൾ നിറഞ്ഞൊരു സായാഹ്നമായിരുന്നു അല്ലേ? മുഹമ്മദ് മാഷയുടെ ഹിന്ദി അതിമനോഹരമായിരുന്നു. ഞങ്ങള് ഇവിടെ താമസിക്കുന്ന ഹിന്ദിക്കാർക്ക് പരിഭാഷപ്പെടുത്താൻ പെൻഷൻ ഞങ്ങൾക്ക് ഒരു റോൾ ഉണ്ടാവും അല്ലേ? 2 മാഷ്മാരല്ലേ? ഉറുദു ഹിന്ദി മാഷ്മാർ. ഒരു രക്ഷയില്ല മാഷ. നോക്കിയതാ ഒരു വയനാടൻ എന്താ ചുരത്തിന്റെ താഴെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞോളൂ. അനുഭവം, എക്സ്പീരിയൻസ് അല്ലേ? എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. എൻ്റെ കൽബാണു നീ, എൻ്റെ മുഹബത്തിൻ പൂവാണു നീ, എൻ്റെ തൊഴിയാണു നീ, എൻ്റെ മഴയുടെ സംഗീതം നീ. പോരെ?